ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മള് പഠനകാര്യങ്ങളൊക്കെ വിലയിരുത്തുന്നതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ എപ്പോഴും കേൾക്കുന്ന രണ്ട് വാക്കുകളാണ് ടൂള് പിന്നെ ടെക്നിക്. കേൾക്കുമ്പോൾ സിമ്പിളാണെന്ന് തോന്നുമെങ്കിലും ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിൽ പലരും ഒന്ന് സംശയിക്കും. അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടന്നാലോ? ദാ സ്ക്രീനിലൊരു ചോദ്യം കണ്ടില്ലേ? ഞാൻ നിങ്ങളോടാണ് ചോദിക്കുന്നത്. ഒരു പരീക്ഷ അതൊരു ടൂളാണോ അതോ ടെക്നിക്കാണോ? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കിയേ. കാരണം നമ്മുടെ ഇന്നത്തെ ഈ ഒരു വിശകലനത്തിന്റെ ഒരു ആണിക്കല്ലെന്ന് വേണമെങ്കിൽ പറയാം ഈ ചോദ്യത്തിന്റെ ഉത്തരമാണ്. അപ്പോ നമ്മൾ എങ്ങനെയാണ് മുന്നോട്ടു പോകുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ ആ ചോദ്യത്തിന് ഒരു ഉത്തരം കണ്ടെത്തും. പിന്നെ എന്താണ് ടൂൾസ് എന്ന് വിശദമായി നോക്കും. അതിനുശേഷം ടെക്നിക്കുകളിലേക്ക് കടക്കും. ഏറ്റവും ഒടുവിൽ ഒരു നല്ല ടെസ്റ്റിന് അല്ലെങ്കിൽ ഒരു നല്ല പരീക്ഷയ്ക്ക് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും നമ്മൾ ചർച്ച ചെയ്യും. ശരി, അപ്പൊ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. നമ്മുടെ പ്രധാന ചോദ്യം, പരീക്ഷ ഒരു ഉപകരണമാണോ അതോ ഒരു തന്ത്രമാണോ? നമുക്ക് കണ്ടുപിടിക്കാം. ഇതാ ആ ചോദ്യത്തിനുള്ള ഉത്തരം. സംഭവം വളരെ സിമ്പിളാണ്. ഇതൊന്നോർച്ചു വെച്ചാൽ മതി. നമ്മുടെ കയ്യില് ഭൗതികമായി എടുത്തു പിടിക്കാൻ പറ്റുന്ന എന്ത് കാര്യവും ഒരു ടൂളാണ്. ഈ ഒരൊറ്റ ഐഡിയ ഇത് കിട്ടിയാൽ മതി. ബാക്കിയെല്ലാം വളരെ എളുപ്പത്തിൽ ക്ലിയർ ആവും. ഇനി ആ വ്യത്യാസം ഒന്നുകൂടി ക്ലിയർ ആക്കാം. നോക്കൂ, ഒരു ചോദ്യപേപ്പർ അത് നമുക്ക് കയ്യിലെടുക്കാൻ പറ്റുമല്ലോ. അപ്പൊ അതെന്താണ്? അതൊരു ടൂളാണ്. പക്ഷേ ആ പരീക്ഷ നടത്തുക എന്ന് പറയുന്നത് അതൊരു പ്രോസസ്സല്ലേ, ഒരു രീതിയാണ്. അതാണ് ടെക്നിക്. ചുരുക്കി പറഞ്ഞാൽ ചോദ്യപേപ്പർ എന്ന ടൂൾ വെച്ചിട്ട് നമ്മൾ പരീക്ഷ എന്ന ടെക്നിക്ക് നടത്തുന്നു. സിമ്പിൾ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഈ ടൂൾസിനെ പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓർമ്മയുണ്ടല്ലോ അല്ലേ നമ്മുടെ സിമ്പിൾ റൂൾ? കയ്യിൽ പിടിക്കാൻ പറ്റുന്നത് എന്തും ടൂളാണ്. ഇപ്പൊ ഈ കാണുന്നതൊക്കെ ഒരു ടീച്ചറുടെ കയ്യിലുള്ള ചില പ്രധാനപ്പെട്ട ടൂൾസാണ്. ഒരു ടൂൾ ബോക്സ് പോലെ തന്നെ. ചെക്ക് ലിസ്റ്റ്, റേറ്റിംഗ് സ്കെയിൽ, ആനെക്ഡോട്ടൽ റെക്കോർഡ്, ഇതൊക്കെ ഒരു കുട്ടിയെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ സഹായിക്കുന്നവയാണ്. ഇതിൽ പ്രധാനപ്പെട്ട 2-3 നമുക്കൊന്ന് നോക്കിയാലോ? ചെക്ക് ലിസ്റ്റും റേറ്റിംഗ് സ്കെയിലും കേൾക്കുമ്പോൾ ഒരുപോലെ തോന്നുമെങ്കിലും നല്ല വ്യത്യാസമുണ്ട്. അത് മനസ്സിലാക്കാൻ ഒരു അടിപൊളി ഉപമയുണ്ട്. ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ലൈറ്റ് സ്വിച്ച് പോലെയാണ്. ഒന്നുകിൽ ഓൺ അല്ലെങ്കിൽ ഓഫ്. അതായത് ഒരു കാര്യം ഉണ്ടോ ഇല്ലയോ അത്രയുള്ളൂ. പക്ഷേ റേറ്റിംഗ് സ്കെയിലോ? അതൊരു ഫാനിന്റെ റെഗുലേറ്റർ അല്ലെങ്കിൽ ഒരു ഡിമ്മർ സ്വിച്ച് പോലെയാണ്. പ്രകടനം എത്രത്തോളം നന്നായി, കുറച്ചു നന്നായി, ഒരുപാട് നന്നായി, അങ്ങനെ പല ലെവലില് നമുക്ക് അളക്കാൻ പറ്റും. ഇനി അടുത്ത 2 അനെക്ഡോട്ടൽ റെക്കോർഡും ക്യുമുലേറ്റീവ് റെക്കോർഡും. അനെക്ഡോട്ടൽ റെക്കോർഡെന്ന് പറഞ്ഞാല് ഒരു കുട്ടിയുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു പ്രത്യേക സംഭവത്തിന്റെ ഒരു സ്നാപ്ഷോട്ടാണെന്ന് വിചാരിക്കുക, ഒരു ഫോട്ടോ മാത്രം. അതേസമയം ക്യുമുലേറ്റീവ് റെക്കോർഡ് ഒരു ഫോട്ടോ ആൽബം പോലെയാണ്. ആ കുട്ടിയുടെ സ്കൂൾ ജീവിതത്തിലെ തുടക്കം മുതലുള്ള എല്ലാ കാര്യങ്ങളും, പഠനം, ആരോഗ്യം, കഴിവുകൾ എല്ലാം അതിലുണ്ടാകും. ഈ ക്യുമുലേറ്റീവ് റെക്കോർഡ് ഓർത്തുവെക്കാൻ ഒരു ട്രിക്കുണ്ട്. ഇതിനെ നമുക്ക് ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്ന് പറയാം. അതായത് ഒരു കുട്ടിയെപ്പറ്റി എല്ലാം കാണാൻ അല്ലെങ്കിൽ സീ ചെയ്യാൻ പറ്റുന്ന ഒരു റെക്കോർഡ്. അവരുടെ ശാരീരികം, മാനസികം, സാമൂഹികം, പഠനം, അങ്ങനെ എല്ലാ കാര്യങ്ങളുടെയും ഒരു കംപ്ലീറ്റ് ചിത്രം ഇതിൽ കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ കയ്യിൽ പിടിക്കാൻ പറ്റുന്ന ടൂൾസിനെ പറ്റി സംസാരിച്ചു. ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. അതായത് ഈ ടൂൾസ് ഉപയോഗിക്കുന്ന രീതികളെപ്പറ്റി അല്ലെങ്കിൽ തന്ത്രങ്ങളെപ്പറ്റി, നമ്മുടെ ടെക്നിക്കുകൾ. ഈ ലിസ്റ്റൊന്ന് നോക്കൂ. ഒബ്സർവേഷൻ, ഇന്റർവ്യൂ, കേസ് സ്റ്റഡി, ഇതിലെ ഏതെങ്കിലും ഒന്ന് നമുക്ക് കയ്യിലെടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ഇതൊക്കെ ഓരോ പ്രവർത്തനങ്ങളാണ്, ഓരോ പ്രോസസ്സാണ്. അതുകൊണ്ടാണ് നമ്മളിവയെ ടെക്നിക്കുകൾ എന്ന് വിളിക്കുന്നത്. വ്യത്യാസം ക്ലിയർ ആയില്ലേ? കേസ് സ്റ്റഡി എന്ന് കേൾക്കുമ്പോൾ പലർക്കും ഓർമ്മ വരുന്നത് ആ റിപ്പോർട്ടാണ്. എന്നാൽ അവിടെയാണ് നമുക്ക് തെറ്റുന്നത്. ആ റിപ്പോർട്ട് ഒരു ടൂളാണ്. കാരണം അത് നമുക്ക് കയ്യിൽ പിടിക്കാം. പക്ഷേ കേസ് സ്റ്റഡി നടത്തുക എന്ന ആ ഒരു പ്രോസസ്സ്, ആ ഒരു പഠനം, അതാണ് ടെക്നിക്. ഒരു കുട്ടിയുടെ പ്രശ്നങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു രീതിയാണിത്. ഇനി അടുത്തത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. സോഷ്യോമെട്രി. ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ ഇടയിലുള്ള ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ എങ്ങനെയാണ്? ആരാണ് ക്ലാസ്സിലെ താരം? ആരാണ് ഒറ്റയ്ക്കിരിക്കുന്നത്? ഈ സോഷ്യൽ കണക്ഷൻസ് ഒക്കെ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഒരു കിടിലൻ ടെക്നിക്കാണ് സോഷ്യോമെട്രി. ഈ ടെക്നിക്ക് ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു സോഷ്യൽ മാപ്പ് കിട്ടും. അതിൽ ചിലരെ കാണാം, എല്ലാവർക്കും ഇഷ്ടമുള്ളവർ. അവരാണ് സ്റ്റാർസ്. പിന്നെ ചെറിയ ചെറിയ ഗ്യാങ്ങുകളായി നടക്കുന്നവർ, അവരെ ക്ലിക്സ് എന്ന് പറയും. അതുപോലെ ആരും കൂട്ടുകൂടാനില്ലാത്ത ഐസൊലേറ്റ്സ്. ഇങ്ങനെ ആ ക്ലാസ്സിലെ മുഴുവൻ സോഷ്യൽ ഡൈനാമിക്സും നമുക്ക് മനസ്സിലാക്കാം. ചിലപ്പോൾ ഒരാളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ നേരിട്ട് ചോദിച്ചാൽ നമുക്കറിയാൻ പറ്റില്ല.
അവർ പോലും അറിയാതെ അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ സഹായിക്കുന്ന ടെക്നിക്കുകളുണ്ട്. അതാണ് പ്രൊജക്റ്റീവ് ടെക്നിക്കുകൾ. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് റോഷാക്ക് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ്. ആ മഷിയൊപ്പുകൾ കണ്ടിട്ടില്ലേ? അതിൽ നിങ്ങൾ എന്ത് കാണുന്നു എന്ന് ചോദിക്കുമ്പോൾ സത്യത്തിൽ ആ ഉത്തരം ആ മഷിയെ പറ്റിയല്ല, അത് നിങ്ങളുടെ മനസ്സിനെ പറ്റിയാണ് പറയുന്നത്. നമ്മൾ ആകാശത്തെ മേഘങ്ങളെ നോക്കി ഓരോ രൂപങ്ങൾ സങ്കൽപ്പിക്കില്ലേ? ഏതാണ്ടതുപോലെ നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ നമ്മൾ അറിയാതെ പുറത്തുവരുന്നു. ശരി, അപ്പോൾ നമ്മൾ ടൂൾസ് എന്താണെന്നും ടെക്നിക്കുകൾ എന്താണെന്നും കണ്ടു. ഇനി നമുക്ക് വളരെ പ്രാക്ടിക്കലായ ഒരു കാര്യത്തിലേക്ക് വരാം. ഒരു നല്ല ടെസ്റ്റിന് അല്ലെങ്കിൽ ഒരു നല്ല ടൂളിന് എന്തൊക്കെ ഗുണങ്ങളാണ് വേണ്ടത്? ഒരു ടെസ്റ്റ് നല്ലത് എന്ന് പറയണമെങ്കിൽ അതിന് പ്രധാനമായും ഈ 5 ഗുണങ്ങൾ വേണം. വാലിഡിറ്റി, റിലയബിലിറ്റി, ഒബ്ജക്റ്റിവിറ്റി, അങ്ങനെ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും അടിസ്ഥാനപരമായ 2 എണ്ണമാണ് വാലിഡിറ്റിയും റിലയബിലിറ്റിയും. അത് രണ്ടും ശരിയല്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ളതുകൊണ്ട് വലിയ കാര്യമില്ല. അപ്പം നമുക്ക് അതിലേക്ക് ഫോക്കസ് ചെയ്യാം. ഇപ്പം ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. ഒരു ഹിസ്റ്ററി എക്സാം, അതിൽ ഒരു കുട്ടി എഴുതിയ ഉത്തരത്തിലെ സ്പെല്ലിംഗ് മിസ്റ്റേക്കിന് മാർക്ക് കുറയ്ക്കുന്നത് ശരിയാണോ തെറ്റാണോ? എന്താ തോന്നുന്നത്? ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വാലിഡിറ്റി അഥവാ സാധുത വരുന്നത്. ഒരു ടെസ്റ്റ് വാലിഡ് ആകുന്നത് എപ്പോഴാണെന്നറിയോ? അത് എന്തളക്കാനാണോ ഉണ്ടാക്കിയത് അത് മാത്രം അളക്കുമ്പോൾ. ഹിസ്റ്ററി പരീക്ഷ കുട്ടിയുടെ ചരിത്രത്തിലുള്ള അറിവാണ് അളക്കേണ്ടത്, അല്ലാതെ ഭാഷയിലുള്ള കഴിവല്ല. അപ്പോ സ്പെല്ലിങ്ങിന് മാർക്ക് കുറച്ചാൽ ആ ടെസ്റ്റിന്റെ വാലിഡിറ്റി കുറയും. ഇനി വേറൊരു സിറ്റുവേഷൻ ആലോചിച്ച് നോക്കൂ. നിങ്ങളൊരു ടെസ്റ്റ് നടത്തി, ഒരു കുട്ടിക്ക് 40 മാർക്ക് കിട്ടി. ഒരാഴ്ച കഴിഞ്ഞ് അതേ ടെസ്റ്റ് ഒന്നുകൂടി നടത്തിയപ്പോ ആ കുട്ടിക്ക് കിട്ടിയത് വെറും 20 മാർക്ക്. അപ്പോ ആ ടെസ്റ്റിന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇതാണ് റിലയബിലിറ്റി അഥവാ വിശ്വാസ്യതയുടെ പ്രശ്നം. ഒരു ടെസ്റ്റ് റിലയബിൾ ആണെങ്കിൽ അത് എപ്പോൾ നടത്തിയാലും ഒരേ സാഹചര്യങ്ങളിൽ ഏകദേശം ഒരേപോലത്തെ റിസൾട്ട് തരണം. ഒരു പ്രാവശ്യം 40ഉം അടുത്ത പ്രാവശ്യം 20ഉം കിട്ടുകയാണെങ്കിൽ ആ ടെസ്റ്റിന് സ്ഥിരതയില്ല. അതിന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളിന്ന് എന്താണ് പഠിച്ചത്? ടൂൾ എന്ന് പറഞ്ഞാൽ കയ്യിൽ പിടിക്കാൻ പറ്റുന്ന ഉപകരണം. ടെക്നിക് എന്ന് പറഞ്ഞാൽ അതുപയോഗിക്കുന്ന രീതി. ഈ ഒരു ലളിതമായ ആശയം ക്ലാസ് റൂമിൽ മാത്രമല്ലല്ലോ, നമ്മുടെ ജോലിസ്ഥലത്ത്, നമ്മുടെ ജീവിതത്തിൽ എവിടെയൊക്കെയാണ് നമ്മൾ ടൂളിനെയും ടെക്നിക്കിനെയും തമ്മിൽ തെറ്റിദ്ധരിക്കുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. അടുത്ത തവണ കാണാം. നന്ദി.